കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പാലക്കുഴ പഞ്ചായത്തിലെ 30 ഏക്കറിലധികം പാടത്തെ കപ്പയുൾപ്പെടെയുള്ള വിവിധ കൃഷികൾക്ക് രോഗബാധ. ചുവടുഭാഗത്തെ കിഴങ്ങുകൾ പൂർണ്ണമായും നശിച്ച് തണ്ടും ഇലയും ഉൾപ്പെടെയുള്ള മുകൾ ഭാഗം മറിഞ്ഞു വീഴുന്നതായും കർഷകർ പറഞ്ഞു. കൂത്താട്ടുകുളം പാലക്കുഴ പഞ്ചായത്തിലെ 30 ഏക്കറിലധികം പാടത്തെ കപ്പയുൾപ്പെടെയുള്ള വിവിധ കൃഷികൾക്ക് രോഗബാധ. 6 മാസം പ്രായമായ കപ്പയുടെ ചുവടുഭാഗം തണ്ടുൾപ്പെടെ ചീഞ്ഞ് കിഴങ്ങുകൾ പൂർണ്ണമായി കേടുപിടിച്ച നിലയിലാണ്. ചുവടുഭാഗത്തെ കിഴങ്ങുകൾ പൂർണ്ണമായും നശിച്ച് തണ്ടും ഇലയും ഉൾപ്പെടെയുള്ള മുകൾ ഭാഗം മറിഞ്ഞു വീഴുന്നതായി കർഷകർ പറഞ്ഞു. തുടർച്ചയായി 6 വർഷമാണ് ഇത്തരം രോഗബാധ പാടത്ത് കാണുന്നത്. ചേനയുടെ ചുവടുഭാഗത്തെ തണ്ട് കറുത്ത നിലയിലായ ശേഷം ചീയൽബാധ ചുവട്ടിലേക്ക് കൂടി ബാധിച്ച് നാശം സംഭവിക്കുന്നു. വാഴയുടെ അടിഭാഗത്ത് ചീയലുണ്ടായി വാഴ പിടർന്നു വീഴുന്നതാണ് രോഗലക്ഷണം. കുലയ്ക്കാറായ വാഴകളുടെ ഇലകൾ കരിഞ്ഞ നിലയിലാകുന്നു. പാലക്കുഴ മനക്കപ്പാടത്ത് 2020 മുതൽ രോഗബാധ തുടങ്ങിയതാണ്. കാരമല, കോഴിപ്പിള്ളി, കാവുംഭാഗം എന്നീ പാടശേഖരങ്ങളിലും രോഗബാധയുണ്ട്. എല്ലാ വർഷവും കൃഷിവകുപ്പിൽ നിന്നുള്ള സംഘമെത്തി പരിശോധന നടത്തുന്നുണ്ടെങ്കിലും രോഗബാധയ്ക്ക് ശമനമില്ല. കപ്പ കൃഷി മാറ്റിയാണ് വാഴ, ചേന എന്നീ കൃഷികൾ ആരംഭിച്ചത്. പുതിയ ഇനം വാഴവിത്തുകളാണ് ഓരോ വർഷവും കൃഷി ചെയ്യുന്നത്. കാർഷിക വിദഗ്ധരുടെ നിർദ്ദേശമനുസരിച്ച് പുതിയ കപ്പത്തണ്ടുകൾ കൃഷി ചെയ്തെങ്കിലും അവയ്ക്കും രോഗം പിടിപെട്ടു. പലതരത്തിലുള്ള കൃഷികൾ മാറി മാറി ചെയ്തിട്ടും രോഗം മാറാത്തതിനാൽ കഴിഞ്ഞ 2 വർഷമായി കൃഷി ചെയ്യാതെ തരിശിട്ട ഭൂമിയുമുണ്ട്. ഓരോ വർഷവും വലിയൊരു തുക നഷ്ടമാകുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. 20 തുടങ്ങിയതാ, അത് 2 കൊല്ലം അങ്ങനെ നട്ടു നോക്കി. അത് കഴിഞ്ഞ് പിന്നെ കേടായി കണ്ടു കഴിഞ്ഞപ്പോൾ വാഴ നട്ടു കഴിഞ്ഞ് 2 കൊല്ലം വാഴ നട്ടു ഇതിൽ. അത് കഴിഞ്ഞ് പിന്നെ കപ്പ ഇട്ട്, കഴിഞ്ഞ കൊല്ലം കപ്പ ഇട്ടപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം രണ്ടാമത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കേട് തുടങ്ങിയത്. പെട്ടെന്ന് ഒരു പഴുപ്പ് പോലെ കണ്ടു, ചെറിയ ഈ. അപ്പം ഞങ്ങളോർത്ത് മൂത്തിട്ട് പഴുത്തായിരിക്കും. ഞാൻ ചോദിച്ചേട്ടാ ഇത് പറിച്ച് കൊടുക്കാറായോ, ഇത് ഇല പഴുത്തില്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇല അങ്ങ് കരിഞ്ഞിട്ട് തണ്ടോടുകൂടി അങ്ങ് മഞ്ഞു പോവുക. നമ്മൾ കൃഷിക്കാരെ പലതും മാറി ചെയ്തു. അതിൻ്റെ അകത്ത് ഇപ്പം കപ്പയ്ക്കും ചേനയ്ക്കും പുതിയതായിട്ട് ഇവിടെ വളരെ അസുഖം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. എന്ത് കൃഷി ചെയ്താലും നല്ലൊരു ഉൽപ്പാദനം ലഭിക്കാത്തതായ രീതിയിലാണ് മണ്ണിൻ്റെ അവസ്ഥ. കൃഷിക്കാരുമായി ചർച്ച നടത്താനും രോഗബാധ പരിശോധിക്കാനും ശ്രീകാര്യത്തു നിന്നുള്ള കേന്ദ്ര ട്യൂബർ ക്രോപ്സ് ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക ശാസ്ത്ര ഗവേഷണ വിഭാഗത്തിലെ സയന്റിസ്റ്റുകൾ പാലക്കുഴയിലെത്തി. കപ്പ കൃഷിയിലെ അഴുകൽ രോഗബാധ ശാസ്ത്ര ഗവേഷക സംഘമെത്തി പരിശോധിച്ചു. തിരുവനന്തപുരം ICARCT CRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ML ജീവ, സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജീന മാത്യു എന്നിവരാണ് പരിശോധനയ്ക്ക് എത്തിയത്. പാടശേഖരങ്ങളിൽ സംഘമെത്തി കർഷകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കപ്പയ്ക്കും മാത്രമല്ല ചേനയ്ക്കും അഴുകൽ രോഗബാധയുണ്ടാകുന്നതായി കർഷകർ പറഞ്ഞു. പാലക്കുഴയിൽ 2 കേന്ദ്രങ്ങളിൽ പരീക്ഷണ കൃഷി നടത്തുമെന്ന് വിദഗ്ധ സഹാംഗങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ വർഷം ഇത് വ്യാപകമായിട്ടുണ്ട്. നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പാക്കേജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രയലും കൂടെ ഇടുന്നുണ്ട്. ഇത് ശരിക്കും ഫ്യൂസേരിയം എന്ന് പറഞ്ഞ ഒരു കുമിഴ് കൊണ്ടാണ്. അത് മാത്രമല്ല, ഈ ഫ്യൂസേരിയം കൂടുന്നത് ഈ മണ്ണിൻ്റെ നീർവാഴ്ച, ഇത് കരഭൂമിയിലില്ല, കണ്ടത്ത് മാത്രമേ കാണുന്നുള്ളൂ. നീർവാഴ്ച ശരിക്കും ഡ്രൈനേജ് അധികം ഇല്ലാത്തതുകൊണ്ടും പിന്നെ മണ്ണിൻ്റെ ന്യൂട്രിയൻ്റ് ഇംബാലൻസ് കൊണ്ടുമാണ് നമ്മൾ നോക്കിയിട്ട് അതേക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നുണ്ട്. ട്രയൽ ഇടുന്നുണ്ട്. ഈ ട്രയൽ അനുസരിച്ച് നമുക്ക് നല്ല ഒരു പാക്കേജ് കൊടുക്കാൻ പറ്റും. ഫ്യൂസേറിയം എന്ന രോഗമാണ് കപ്പ കൃഷിക്ക് ബാധിച്ചിട്ടുള്ളത്. ബയോ ഏജന്റ് മിത്രകുമിൾ, മിത്ര ബാക്ടീരിയ എന്നിവയുപയോഗിച്ച് രോഗബാധ തടയുക, മണ്ണ് പരിശോധന നടത്തി ഓരോ ഘട്ടങ്ങളിലും ഏതൊക്കെ ഘടകങ്ങളുടെ കുറവുകളുണ്ടെന്ന് കണ്ടെത്തി പരിഹാരം ചെയ്യുക, ഉചിതമായ അളവിൽ കുമ്മായം ചേർത്ത് അമ്ലത്വം കുറയ്ക്കുക എന്നീ മാർഗങ്ങളാണ് അവലംബിക്കേണ്ടതെന്ന് കേന്ദ്ര സംഘം വിശദമാക്കി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ്, 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.